ലീഗിന്റെ നിലപാട് നിർണായകമായിരുന്നു. കോൺഗ്രസ് ലീഡർഷിപ്പിലെ നേതാക്കളുടെ നിലപാട് നിർണായകമായിരുന്നു. മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ UDF പ്രവർത്തകരും ഈ പിണറായി സത്യത്തിലെ പോരാട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നാണ് പല ഘട്ടത്തിലായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ, ആളുകളുടെ പിന്തുണ എന്നൊന്നും മനസ്സിലാക്കുന്നത്. 140 മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത്. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് അൻവർ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. നടക്കുന്നില്ല. BJP അടക്കമുള്ള പാർട്ടികള് ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ BDJSനെ LDFന്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പൊ എവിടെ എത്തി പിണറായി? അതുകൊണ്ടാ പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല. ആകെ ഒരൊറ്റ വിഷയമുള്ളൂ, സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല.